ഇജ് വിളിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എന്തെങ്കിലും കുറിച്ച് പറയാനാവും ഇജ് വിളിക്കണ്ടാവുകയാണ്. ആ പെണ്ണ് പോണെന്ന് അന്നോട് വിളിച്ചപ്പോ ചെണ്ടെന്ന് വന്നു നോക്കാഞ്ഞത്. ഓള് പോണത് കാണാനേ എന്റെ പട്ടി വരും. ഇജു എന്റെ പട്ടിയും വന്നാലും ഇല്ലെങ്കിലും ഇവിടെ ഒന്നിനും ഒരു മുടക്കും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഉമ്മാക്ക് പിന്നെ പറ്റൂലല്ലോ. ഞാൻ ഒന്നിനും വരണമില്ല. ഞാൻ ഒരു കാര്യം അറിഞ്ഞ് അത് സത്യം അറിയാൻ വേണ്ടിട്ടാ ഞാൻ ഇപ്പൊ വിളിച്ചത്. എന്ത് കാര്യമാണാവോ അറിഞ്ഞത്? ഇമ്മ വീട് വല്യക്കാക്കൊക്കെ എഴുതി കൊടുക്കാൻ പോവാണോ? ആണെങ്കിൽ അനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇജിപ്പ അതറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഞാൻ ഉമ്മാടെ മകളെന്നല്ലേ. അങ്ങനെ വീട് ഒറ്റക്ക് വല്യക്കാക്കാണ്ട് കൊടുക്കാനൊന്നും പറ്റൂല. ഞാനതിന് സമ്മതിക്കൂല. അതിന് എന്റെ സമ്മതം ഇപ്പൊ ആരാ ചോദിച്ചത്? അത് ഇന്റെ പേരിലുള്ള മുതലാണ്. അത് ഇന്റെ മകൻക്ക് കൊടുക്കണ്ടെങ്കിലേ അതിനിപ്പൊ എന്നോട് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ചെന്ന് പണി എന്താച്ചാ നോക്കുവന്നെ. ഇപ്പൊ മരുക്കളി കണക്കണ ഒലിപ്പിക്കല് കണ്ടിട്ടേ ഒക്കെ എഴുതി കൊടുത്താളെ. അവസാനം പോലെ ഇറക്കി വിടുമ്പോഴേ കെടുക്കാനൊരിടയില്ലാന്നും പറഞ്ഞിട്ട് തെണ്ടി നടക്കേണ്ടി വരും. അങ്ങനെ തെണ്ടി നടക്കേണ്ട ഒരു അവസ്ഥ ഇനി മകളെ അമ്മക്ക് വരൂല. അങ്ങനെ വന്നാൽ തന്നെ ഞാൻ എന്റെ മുന്നിൽ കൊട്ട് വരാനും പോണില്ല. ഒരു തെങ്ങിലെ എല്ലാ തേങ്ങയും ഒരുപോലെ ആവൂലെന്ന് പണ്ടുള്ളവര് പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായ 3 ഒന്ന് ഇജ് കേടായി പോയി എന്നാണ് വിചാരിച്ചോളമ്മ. സ്വന്തം തള്ള വെച്ചാണ്ട് കിടന്നപ്പോ ഇട്ടെറിഞ്ഞ് പോയോളാണ് ഇപ്പൊ മുതലിന്റെ കണക്ക് അറിയാൻ വേണ്ടി വന്നിക്കണത്. ഇതിന്റെ പേരിൽ വല്ല പ്രശ്നം ഇവിടെ വന്ന് ഉണ്ടാക്കാനാണ് പുറപ്പാടിച്ചാലേ ചൂലും പാട്ടെടുത്ത് ആട്ടും ഞാൻ അങ്ങോട്ട് വരാനും പോണില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോ അവിടെ വന്നിട്ട് എന്തിനാ? ഉള്ളതൊക്കെ എഴുതി കൊടുക്കാൻ പോവല്ലേ. അനക്ക് വേണ്ടതും അതിന്റെ അപ്പുറം തന്നിട്ടാ അന്ന എന്റെ മൂത്ത ആങ്ങളെ ഇവിടുന്ന് കെട്ടിച്ച് പറഞ്ഞയച്ചത്. എന്നിട്ടും ഓൾ ആക്രാന്തം തീർന്നിട്ടില്ല. ഇജിപ്പൊ എത്രയാ കൊമ്പത്തി ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയാൻ അയക്കണമെങ്കിലേ അത് ഓന്റെ അധ്വാനം എന്നോണ്ട് മാത്രാണ്. എന്നിട്ട് അങ്ങനെയുള്ള ഓർക്ക് ഒരു ഇത്തിരി മുതൽ കൊടുക്കണേന് കണക്ക് പറയാൻ നടക്കുക പോയി. ഞാൻ ഉമ്മയുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വിളിച്ചതല്ല. അറിഞ്ഞ കാര്യം സത്യമാണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അതിപ്പോ ശരിക്കും ബോധ്യാവും ചെയ്ത്. ഇനി ഞാനത് വിളിക്കണില്ല പറയണില്ല. ഇന്ത്യക്ക് നല്ല ബുദ്ധി തോന്നിക്കാന് പഠിച്ചോ എന്റെ കിതാബിൽ എന്തൊക്കെയോ എഴുതി ചേർത്തിട്ടാണാവോ. എന്തായാലും ഒക്കെ വരുന്നോടത്ത് വെച്ച് കാണാം. നാളെ ഈ നേരത്ത് നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കാറല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളെ ഉമ്മക്കിപ്പോ മാറ്റൊന്നും ഇല്ലല്ലോ അല്ലേ? മാറ്റൊന്നും ഇല്ലാന്ന് മാത്രല്ല ഇമ്മാക്കിപ്പോ ഞാനെന്ന് വെച്ചാ വലിയ കാര്യാണ്. അൽഹംദുലില്ലാഹ്. എന്തായാലും ഈ വരവുകള് നമ്മളെ പെരിയിൽ നമുക്ക് മനസമാധാനത്തോടെ നിൽക്കാലോ. അല്ല, നാളെ എയർപോർട്ടിൽ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. ഇപ്പം കുട്ടികളും കൂടിയും വരും.